അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് തമ്പുരാട്ടിയുടെ ചരമദിനമാണ്. തമ്പുരാട്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കേരളത്തിലുടനീളം പ്രചരിപ്പിക്കപ്പെടുന്ന മാതൃഭൂമി പത്രം എന്ന പത്രത്തിന്റെ ചരമദിനമാണിന്ന് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഏതോ നിലക്കുള്ള കുപ്രചരണം എഴുതിവിട്ടുകൊണ്ട് നിങ്ങളൊരു ഖേദപ്രകടനം നടത്തിയതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. നിങ്ങളുടെ ഒരു കുട്ടിയെ അടിച്ചു കൊന്നതിന്റെ ശേഷം ഖേദം പ്രകടിപ്പിച്ചാൽ ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ തിരിച്ചു വരൂല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങളുടെ ഈമാൻ ഒരിക്കലും ചോർന്നു പോകൂല കേട്ടോ. കാരണം അതേ തൂക്കുമരത്തിന്റെ മുമ്പിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് ശത്രുക്കൾ ചോദിച്ചു, അല്ല ഖുബൈബേ, ഈ സ്ഥാനത്ത് മുഹമ്മദിനെ നിർത്താൻ നീ സന്നദ്ധനാണ് എങ്കിൽ നിനക്ക് തൂക്കുമരം ഒഴിവാക്കി തരാമെന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഈ തൂക്കുമരത്തിലേക്ക് എന്നല്ല, അവിടുത്തെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിലേക്ക് ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞ ഖുബൈബിന്റെ അനുയായികളാണ് ഞങ്ങൾ കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെ ഈമാൻ ഒരിക്കലും അത് ചോർന്നു പോകാൻ ഒരിക്കലും ഇടയില്ല. മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് അതേ അബൂജഹൽ അടക്കമുള്ള ആളുകൾ പറഞ്ഞു, നിന്റെ മുഹമ്മദ് പറയുന്നത് 7 ആകാശം കടന്നു വന്ന് എന്നാണ്, എന്നാൽ അത് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് അബൂബക്കർ തങ്ങളോട് ചോദിച്ചപ്പോൾ, അത് മുഹമ്മദാണോ പറഞ്ഞത് എന്നാണ്, ഇത് ഞങ്ങൾ വിശ്വസിക്കും എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അനുയായികളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏതെങ്കിലും എഴുതിവിടൽ കൊണ്ടോ ഏതെങ്കിലും നിലക്കുള്ള കുപ്രചരണം കൊണ്ടോ ഒരിക്കലും ഞങ്ങൾ തളർന്നു പോകൂല. ഞങ്ങൾ മാന്യമായി ചോദിക്കുന്നു, നിങ്ങളുടെ മാതൃഭൂമി ഓഫീസിൽ പെൺജീവനക്കാരികളില്ലേ, അവരുടെ മുഖം നോക്കിയിട്ടല്ലേ നിങ്ങൾ പ്രസിൽ അതേ പത്രം അടിക്കുന്നത്? നിങ്ങൾക്ക് അതേ കാമവീരന്മാരല്ല എന്നാണ് അവകാശപ്പെടുന്നത്. ഞങ്ങളുടെ നേതാവ് കാമവീരൻ എന്ന നിലക്ക് നിങ്ങൾ ചിത്രീകരിക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് ചോദിക്കാനുണ്ട്. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചത് 25-ാം വയസ്സിലാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വിവാഹം കഴിച്ചത് 40-ാമത്തെ വയസ്സിലാണോ, അല്ല 16 വയസ്സുള്ള ചെറുപ്പക്കാരിയാണോ? ഒന്ന് മറുപടി പറയാൻ ഇവിടെ സന്നദ്ധരാകണം. എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ നടക്കൂല. അന്നം തിന്നുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ ചുറ്റുഭാഗത്തുമുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഇവിടെ മറ്റൊരു കമാൽ ഭാഷ വന്നു. ഭാഷയില്ലാത്ത മനുഷ്യൻ. ഭാഷ എന്ന് പറഞ്ഞാൽ പോരാ, ഭാഷ വേണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു, കമാൽ ഭാഷ എന്ന് പറയുന്ന മനുഷ്യൻ, ഞാൻ വളരെ ആദരവോടുകൂടി അദ്ദേഹത്തിന് എല്ലാവിധ ആദരവും നൽകിക്കൊണ്ട് ചോദിക്കുന്നു, നിങ്ങളുടെ വീടിന് തീ പിടിച്ചു എന്ന്